നമസ്കാരം. ശ്രീ ഗോപാൽജിയാണ് നമ്മുടെ കൂടെ അതിഥിയായിട്ടുള്ളത്. ഇന്ന് നമ്മുടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് ശബരിമലയും മറ്റ് ദേവസ്വം ബോർഡുകളുടെയും വിഷയമാണ്. ശബരിമലയിൽ ഈ സ്വർണം കട്ടവൻ ആരപ്പ എന്ന് ചോദിച്ചിട്ടാണ് സതീശനും ലീഗുകാരും ഒക്കെ ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ സർക്കാരിനെ അട്ടിമറിച്ച് ഒരു വിജയത്തിലോട്ട് എത്തിച്ചു. അപ്പോൾ ഞാനടക്കമുള്ള ഭക്തർക്കൊക്കെ കേരളത്തിലൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, ഈ സർക്കാർ പോയിട്ട് അടുത്തൊരു സർക്കാർ വരുമ്പോൾ അയ്യപ്പൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് വിചാരിച്ചു. ഒരു അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവുമെന്ന് വിചാരിച്ചു. ആകെ ഉണ്ടായത് അയ്യപ്പൻ്റെ സ്വർണം കട്ട് ഉരുക്കിയവൻ്റെ വക്കീലിനെ ദേവസ്വത്തിൻ്റെ പ്രത്യേക പ്രോസിക്യൂട്ടറായിട്ട് നിയമിച്ചു എന്നുള്ളത് മാത്രമാണ്. ഈ കേസ് അന്വേഷിച്ച് 90 ദിവസം ഈ പ്രതികളെല്ലാം പിടിച്ച് ജയിലിലിട്ടിട്ട് കുറ്റപത്രം എന്തെന്ന് അറിഞ്ഞുകൂടാത്ത പോലീസിൻ്റെ മേധാവി അവിടെ തന്നെ ഇരിപ്പുണ്ട്. അതിൻ്റെ ADGP അവിടെ തന്നെ തുടരുന്നുണ്ട് SIT തലവനായിട്ട്. ശബരിമലയിൽ സതീശനോ അല്ലെങ്കിൽ മുരളിയോ 3 പേരുണ്ട് ഇതിനകത്ത് ബന്ധപ്പെട്ടവരാണ്. സതീശൻ മുഖ്യമന്ത്രിയാണ്, മുരളി ദേവസ്വം ബോർഡ് മന്ത്രിയാണ്, നമ്മുടെ ശ്രീ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. എന്തെങ്കിലും ശബരിമലയിൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു? കാരണം ഇവരെങ്ങനെയാണ് ഇത് പറഞ്ഞത്? നേരത്തെ തന്നെ ഒരു തീരുമാനം എടുക്കുമ്പോൾ എവിടേക്കാണ് UDF കൺവീനർ, ആരെ കാണാനാണ് കൊണ്ടുപോയെന്നുള്ളതാണ് പ്രധാന പ്രശ്നം. അതെ, എന്തിന് കോൺഗ്രസിന്റെ സമുന്നത നേതാവായിരിക്കുന്ന സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് ഈ പോറ്റിയെ കൊണ്ടുപോയി? കടുത്ത കള്ളൻ എന്നാണല്ലോ അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കടുത്ത കള്ളനെ, ഇതിന്റെ മുഴുവൻ ഏജന്റ് ആയിരിക്കുന്ന ആ കള്ളനെ ജനപദത്തിൽ അതെ എന്തിന് സോണിയാഗാന്ധിയുടെ കൊണ്ടുപോയി? ആ ചോദ്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ 3 പേർ, മുഖ്യമന്ത്രിക്ക്, ആഭ്യന്തരമന്ത്രിക്ക്, ദേവസ്വം മന്ത്രിക്ക്, മുഖ്യമന്ത്രിയായിട്ട് KC ഉണ്ട്. അതെ, പിന്നെ അതെ ഈ ആൾക്കാർക്ക് എന്തുകൊണ്ട് സാധിക്കാത്തതിന്റെ കാരണം സ്വർണം കട്ടവൻ ആരപ്പ എന്ന് ചോദിക്കുമ്പോൾ CPM ആണ് അയ്യപ്പ എന്ന് പറഞ്ഞ ആൾക്കാര് CPM ഉണ്ട് എന്നുള്ളത് ഉറപ്പായില്ല. അവരെ ജനങ്ങൾ തിരസ്കരിച്ചു. പക്ഷെ ആ കാലത്തിന് തിരസ്കരിച്ചെങ്കിലും മറ്റവരുണ്ട് എന്നുള്ളത് അറിഞ്ഞ ആൾക്കാരുണ്ട്. ഇപ്പൊ തുടങ്ങിയതല്ല. നേരത്തെ 10 വർഷം മുമ്പ് UDF ഭരിക്കുന്ന സമയത്ത് അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന വ്യക്തിയുടെ ബന്ധുക്കളിൽ പലരും പല കേസുകളിലും പ്രതിയായിരുന്നു. പാത്രങ്ങൾ കാണാതായ ക്ഷേത്രങ്ങളിൽ നടന്ന അഴിമതിയിലെ കേസിൽ പ്രതിയായിരുന്ന ആൾക്കാരാണ്. ഇപ്പൊ UDF ഭരിച്ചാലും ശരി, LDF ഭരിച്ചാലും ദേവസ്വം ബോർഡുകൾ അവരുടെ കടവ് കൊള്ളാനാണ്. ഇതാണ് കാരണം അവർക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ കയറ്റി വിടുന്ന അവരുടെ ഭരണത്തിന്റെ ഭാഗമാണെന്ന് വിചാരിക്കാം. പക്ഷേ ദേവസ്വം ബോർഡിൽ അങ്ങനെയല്ലല്ലോ വേണ്ടത്. കഴിവുള്ളവരെയല്ലേ കടത്തിവിടുന്നത്. അതിൽ തന്നെ ഈ വ്യക്തികൾ അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ മാത്രമല്ല എന്നുള്ളപ്പോൾ ചിന്തിക്കണം. അന്വേഷണം നടത്തിയോ? ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ ആയിരക്കണക്കിന് ആൾക്കാരുടെ പേരിൽ കേസുണ്ട്. ആ കേസ് പിൻവലിക്കാൻ എന്തെങ്കിലും വഴി കണ്ടെത്തിയിട്ടുണ്ടോ? BJP-ക്കാർ മാത്രമല്ല, ഹിന്ദു സംഘടനകളിൽ ആൾക്കാർ മാത്രമല്ല, ഹിന്ദു സംഘടനയിലെ ആൾക്കാരുണ്ട്, BJP-ക്കാരും ഉണ്ട് എന്നുള്ളത് ശരിയാണ്. ബാക്കിയുള്ള ആൾക്കാരും ഉണ്ട്. ഇതില്ലേ ഏതെങ്കിലും ആൾക്കാരുടെ പേരിലുള്ള കേസ് പോലും പിൻവലിച്ചിട്ടില്ല. ആ സമയത്ത് തുടർന്നിരുന്ന ഉദ്യോഗസ്ഥരെ മുഴുവൻ ഇന്നും തുടരുകയാണ്. അവര് എന്തെങ്കിലും ചെയ്തോ? അതും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ശബരിമല പ്രശ്നം അതേപോലെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ദേവസ്വങ്ങളിൽ കൂടി കാര്യങ്ങൾ നടക്കുന്നു. ആ മോഷ്ടാക്കൾ ആരൊക്കെയാ? അതിനെക്കുറിച്ച് അറിയാമോ? അതിനെക്കുറിച്ച് അന്വേഷണമില്ല. ഒരു സംഗതി നടക്കുന്നില്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കും. അല്ല, പണ്ട് യൂണിവേഴ്സിറ്റിയിലെ ഭൂമി ഏറ്റെടുത്ത പേരിൽ വിജിലൻസ് അന്വേഷണം നേരിടുന്ന ജയകുമാറിനെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ വിട്ടിരിക്കുന്നത്. ദേവസ്വത്തിന്റെ ആയിരക്കണക്കിന് ഏക്കർ ഭൂമി
അന്യാധീനപ്പെട്ട് കിടക്കുകയാണ്. അതെ. പലരും കയ്യേറിയിരിക്കുകയാണ്. കോടതി വിധിയുണ്ട് അത് മുഴുവൻ തിരിച്ചെടുക്കണമെന്നും പറഞ്ഞിട്ട് എവിടെ പോകും എടുക്കാൻ? ആരാ തയ്യാറ്? ആരുടെ കയ്യിലാണ് ഈ ഭൂമി കിടക്കുന്നതാണ്? അവർക്ക് ധൈര്യമുണ്ടോ ഈ ഭൂമി തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നു ഭൂമി തിരിച്ചെടുക്കുന്നത്. എന്ന് തിരിച്ചെടുക്കണമെങ്കിൽ ആഭ്യന്തരമന്ത്രിയുടെ അതും ആലോചിച്ച് നോക്കണം. ദേവസ്വം ചീഫ് സെക്രട്ടറി ആയിട്ടിരുന്ന ആളിലെ എത്രയോ താഴെയാണ് ദേവസ്വം സെക്രട്ടറി, അതിന് എത്രയോ താഴെയാണ് ഒരു ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്. ഇത്രയും താഴ്ന്ന ഒരു സ്ഥാനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഈ പ്രായാധിക്യം കൊണ്ട്, എനിക്ക് തോന്നുന്നു പിണറായിക്കാലും പ്രായമുണ്ട്, ഈ പ്രായത്തിൽ അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് വന്നിരിക്കുന്നത് ശർക്കരക്കുടത്തിൽ കൈയിട്ട് വരാൻ തന്നെയാണ്. ശരിയാണ്. അപ്പൊ അദ്ദേഹം തന്നെ ചിന്തിക്കേണ്ട ആ സമയത്ത് ഞാൻ ഇതിനല്ല പറ്റിയ ആളല്ല, ഇതിന് വേറെ ആൾക്കാരെ നോക്കാൻ വേണ്ടി അദ്ദേഹം പറയണം. അതെ. അപ്പൊ ആഗ്രഹം എല്ലാവർക്കും ഉള്ളിൽ കിടക്കും. ആഗ്രഹമല്ല, അത്യാഗ്രഹം, ദുരാഗ്രഹം. അതെ, അതിന് ദുരാഗ്രഹം ആണ് മനസ്സിൽ മുഴുവൻ. ആ ആൾക്ക് ശബരിമല പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമോ? ദേവസ്വം ബോർഡിന്റെ ഭൂമി കൊണ്ടെടുക്കാൻ സാധിക്കുമോ? ദേവസ്വം ബോർഡുകളിൽ നടക്കുന്ന അഴിമതി കണ്ടുപിടിക്കാൻ സാധിക്കുമോ? ക്ഷേത്രങ്ങളിൽ നടക്കുന്ന കൊള്ള കണ്ടുപിടിക്കാൻ സാധിക്കുമോ? ഇതിനൊന്നിനും മുന്നിട്ട് ഇറങ്ങാൻ സാധിക്കില്ല. പ്രസ്താവന കൊടുക്കാൻ കവിത എഴുതാൻ പറ്റും, കവിതകൾ എഴുതാൻ പറ്റും. അയ്യപ്പന് അവധി കിട്ടുമ്പോഴത്തേക്ക് ശബരിമലയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് വേണം ദേവസ്വം ബോർഡിനെ ശരിയാക്കാൻ എന്നാണ് തോന്നുന്നത്. അതുവരെ ഇവർക്കാർക്കൊന്നും സാധിക്കില്ല. കാരണം ഈ സമയത്താണ് ഇന്ത്യ മുന്നണിയുടെ പ്രസക്തി. അതെ, രണ്ടു കൂട്ടരും കൂടിയിട്ടാ അതെ കാര്യങ്ങൾ നടത്തുന്നത്. അപ്പം UDF LDF അല്ല, ഇന്ത്യ മുന്നണിയാണ്. ഇന്നലെ UDF ജയിപ്പിച്ച സുധാകരൻ തന്നെ പറഞ്ഞു, നിങ്ങൾ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ചീത്ത വിളിച്ചിട്ട് തമിഴ്നാട്ടിൽ ചെന്ന് 2 MLA കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവിടെ ചെന്ന് CPM-ന്റെ കോൺഗ്രസിന്റെ കൂടെ കൂടിയവരല്ലേ എന്ന്. ഇദ്ദേഹവും CPM വിട്ടിട്ട് ഇയാൾ ഒരു സീറ്റിന് വേണ്ടിയിട്ട് കോൺഗ്രസിന്റെ കൂടെ പോയെന്നേ ഉള്ളൂ. അവർ 2 സീറ്റ് വേണ്ടി പോയെന്നേ ഉള്ളൂ. ഇതിൽ ആരാണ് മെച്ചമെന്ന് വിചാരിച്ചത്? ഇയാൾ വ്യക്തിപരമായിട്ട് ഓർഗനൈസേഷനിലായിട്ടാണ് പോയത്. അതാണ് വ്യത്യാസം. അപ്പോ ഈ മറ്റു ദേവസ്വം ബോർഡുകളുണ്ട്, അതൊക്കെ പുനഃസംഘടിപ്പിക്കേണ്ട. കഴിഞ്ഞ പിണറായി ആദ്യം അധികാരത്തിൽ വന്നപ്പോഴത്തേക്ക് അന്നുണ്ടായിരുന്ന നിയമം കൊണ്ടുവന്നിട്ട് ദേവസ്വം ബോർഡിന്റെ കാലാവധി വെട്ടിച്ചുരുക്കിയിട്ടാണ് പുതിയ ഭരണസമിതിയെ കൊണ്ടുവന്നത്. ഇവര് അധികാരത്തിൽ വന്നിട്ട് ഏതെങ്കിലും ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരെങ്കിലും മാറ്റി നിയമിക്കില്ല എന്നാണ്. ദേവസ്വം ഉദ്യോഗസ്ഥന്മാരെ മാത്രമല്ലല്ലോ അത് മാറ്റുന്നത്, പോട്ടെ, പുതിയ ആൾക്കാരെ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള വിദ്യാലയങ്ങളുണ്ട്, കോളേജുകള്, സ്കൂളുകളെല്ലാം അതിൽ നടത്തിയിരിക്കുന്ന അനുമതി ആരൊക്കെ വെച്ചിരിക്കുന്ന അർഹതപ്പെട്ടവരെയാണോ വെച്ചിരിക്കുന്നത്? അല്ല, അത് CPM-ന്റെ എല്ലാ കാലത്തെയും കർമ്മപശുക്കളാണ് ഈ ദേവസ്വം ബോർഡ് കോളേജുകൾ. അത് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. ദീപ നിഷാദ് തുടങ്ങിയ ഈ ബിന്ദു പോലും, അല്ലെ, ഈ കഴിഞ്ഞ ബിന്ദു പോലും അവര് ദേവസ്വം ബോർഡ് കോളേജിൽ മാനേജ്മെന്റ് കോട്ടയിൽ കയറിയിട്ട് അവർ വേറെ രസമുണ്ട്, അത് ആരും ചർച്ച ചെയ്തിട്ടില്ല. അവിടുത്തെ പ്രിൻസിപ്പലിനെ കൊണ്ട് നിർബന്ധമായിട്ട് അവധി എടുപ്പിച്ചിട്ട് വൈസ് പ്രിൻസിപ്പൽ ഇവര് പ്രിൻസിപ്പളായിട്ട് ഏകദേശം 2 വർഷത്തോളം പ്രവർത്തിച്ചു. പാർട്ടിയുടെ ഹുങ്കാണ്. അപ്പം ആ ദേവസ്വം ബോർഡ് കോളേജുകളിലെയും ദേവസ്വം ബോർഡ് സ്കൂളുകളിലെയും എയ്ഡഡ് സ്കൂൾ അപ്പോയിന്റ്മെന്റുകൾ മുഴുവൻ ചെയ്യുന്നത് സർക്കാരാണ്. അത് അടുത്ത ഒരു 10 വർഷത്തേക്ക് വരാത്ത രീതിയിൽ CPM തീർത്തു വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. അതെ, അതിനെപ്പറ്റി ചെയ്യാൻ സാധിക്കുമോ? അവർക്ക് ഇതേപോലെ തന്നെ വേറെ ആൾക്കാരൊക്കെ ഒത്തിരി കഴിഞ്ഞിട്ട് അഴിമതി കാണിക്കാം എന്നുള്ളതേ ഉള്ളൂ. മാത്രമല്ല മറ്റ് ദേവസ്വം ബോർഡുകളിലും ഇതുപോലെ സ്വർണം കാണാനില്ല, ലോക്കറുകൾ ശൂന്യമാണ് എന്നുള്ള ഒരു അറിവാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ തന്നെ ഈ തിരുവനന്തപുരത്തുള്ള പല ക്ഷേത്രങ്ങളിലും പല സംഗതികളും കാണാനില്ല. അല്ല, വേറൊരു വളരെ ഗോപാൽജി ശ്രദ്ധിക്കേണ്ട ഒരു വലിയൊരു വിഷയമുണ്ട്. നമ്മൾ ശബരിമലയിൽ ഒരു ചായക്കട ഇടണമെങ്കിൽ പോലും ദേവസ്വം ബോർഡിന് 1 ലക്ഷത്തോളം രൂപ കൊടുക്കണം ഒരു സീസണ് വേണ്ടിയിട്ട്. പക്ഷെ ശബരിമലയിൽ 10-40 വർഷത്തോളമായിട്ട് ബാങ്കിങ്ങിന്റെ കുത്തക ധനലക്ഷ്മി എന്ന് പറയുന്ന ഒരു ബാങ്കിനാണ്. ഈ ബാങ്ക് ഇപ്പൊ ഈ ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാര് ഔട്ട്സോഴ്സ് ചെയ്ത ആളെ വെച്ചിട്ടാണ് പൈസ എണ്ണുന്നതും തിട്ടപ്പെടുത്തുന്നതും കണക്ക് കൊടുക്കുന്നതും. ഇപ്പോൾ നേരത്തെ ശബരിമല മാത്രമായിരുന്നു. ഇപ്പോൾ കേരളത്തിലെ ഏത് അമ്പലത്തിലേക്കും ദക്ഷിണ കൊടുക്കണമെങ്കിൽ അത് ധനലക്ഷ്മി ബാങ്കിൽ പോയിട്ട് വേണം ദേവസ്വം ബോർഡിലേക്ക് എത്താൻ എന്നുള്ള അവസ്ഥയിൽ എല്ലാം ഈ കാണിക്കയായി. അപ്പൊ ഈ ധനലക്ഷ്മി ബാങ്കിന്റെ ലോക്കറിൽ നിന്ന് ധനലക്ഷ്മി ബാങ്കിന്റെ അക്കൗണ്ട് പരിശോധിച്ചപ്പോഴത്തേക്കാണ് വീണ തായ്ക്കണ്ടിയുടെ ലിസ്റ്റിലേക്കുള്ള ആൾക്കാരിലോട്ട് ED എത്തിയതും അവരെ ഉടനെ വിളിക്കുന്നത്. അപ്പൊ ഈ കേരളത്തിലെ ഏറ്റവും ചെറിയ ബാങ്കും ഏറ്റവും കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു ബാങ്കുമാണ് ധനലക്ഷ്മി ബാങ്ക്. ധനലക്ഷ്മി ബാങ്കിന്റെ അറ്റാദായത്തിനേക്കാളും വളരെ കൂടുതലാണ് ശബരിമലയിലെ മാത്രം വരുമാനം.
അങ്ങനെ ഒരു പ്രൈവറ്റ് ബാങ്കിന്, അതായത് കേരള ഗവൺമെന്റിന് 100% ഓഹരിയുള്ള ഒരു ബാങ്കാണ് കേരള ഗ്രാമീൺ ബാങ്ക്. ഏകദേശം പകുതിയോളം ഓഹരിയുള്ള ബാങ്കാണ് കേരള ബാങ്ക്. കേരള ബാങ്ക് ഏകദേശം പകുതിയോളം ഷെയറുള്ള ഒരു ബാങ്കാണ് കേരള ഗ്രാമീൺ ബാങ്ക്. റെപ്കോ ബാങ്കിലും കേരള ഗവൺമെന്റിന് ഓഹരിയുണ്ട്. SBIയിലും ഓഹരിയുണ്ട്. അപ്പോൾ സ്വന്തം ചായക്കട ഉള്ളപ്പോഴത്തേക്ക് അടുത്ത ചായക്കടയിൽ ചെന്ന് പൈസ കൊടുത്ത് ചായ കുടിക്കുന്ന ഒരു വിരോധാഭാസമാണ് നമ്മൾ കഴിഞ്ഞ 10-50 വർഷമായിട്ട് കാണുന്നത്. ഇതിന് LDF UDF വിവേചനമൊന്നുമില്ല. അപ്പോൾ CPMന്റെ നേതാക്കൾക്കും മക്കൾക്കും ഈ CPMന്റെ കെട്ടിട നിർമ്മാണത്തിനും വരെ വളരെ ലിബറലായിട്ട് വായ്പകൾ നൽകുന്ന ഒരു സ്ഥാപനമാണ് ധനലക്ഷ്മി ബാങ്ക്. ഈ ധനലക്ഷ്മി ബാങ്കും ഈ ശബരിമലയിലെ കൊള്ളയും തമ്മിൽ ഒരു ഗാഢമായിട്ടുള്ള ബന്ധമുണ്ട്. പ്രത്യേകിച്ചും ED കേസ് അന്വേഷിച്ച് അത് ധനലക്ഷ്മി ബാങ്കിലോട്ട് പോകുമ്പോഴത്തേക്ക് അതെ, എന്തുകൊണ്ട് ഒരു ദേശസാൽകൃത ബാങ്കിനെ ഈ ശബരിമലയിലെ വരുമാനം എണ്ണാൻ സർക്കാർ അനുവദിക്കുന്നില്ല? കാരണം അതിലാകുന്ന സമയത്ത് ഇവർക്ക് കറക്കാൻ സാധിക്കില്ല. പണം പിടിയാൻ ഇത് സാധിക്കില്ല. മറ്റേ ഗവൺമെന്റുള്ള സമയത്ത് എന്തായാലും അവര് കാണിക്കയിൽ നിന്ന് കക്കുന്നതിൽ ഒരു പങ്കല്ലേ ഇവർക്ക് കക്കി കൊടുക്കാൻ സാധിക്കും. അപ്പോ ഈ ശബരിമലയുടെ പൈസ തന്നെ വേറൊരു രീതിയിൽ ധനലക്ഷ്മി ബാങ്ക് വഴി പാർട്ടികളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ വർഷം വരെ AKG സെന്ററിന് കൊടുത്തിരുന്ന പൈസ ഈ വർഷം തൊട്ട് ഇന്ദിരാഭവന് കൊടുക്കും. ഇത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഹൈന്ദവ സ്ഥാപനങ്ങൾ, ദേവസ്വം ബോർഡുകൾ ചോദിക്കാൻ ആളില്ലാത്ത ഒരു സംഭവമായിട്ട് മാറി. അതിനെ സാക്ഷികളായിട്ട് ഗുരുവായൂരപ്പന്റെ ഏറ്റവും വലിയ ഭക്തൻ എന്നറിയപ്പെട്ടിരുന്ന ആളുടെ മകൻ തന്നെ അതിന് കാലത്തിന് സാക്ഷിയാവുന്നു എന്നുള്ളതാണ് ഒരു വൈരുദ്ധ്യം. ഉൾപ്പെടുന്നു എന്നുള്ളതാണ് അതിനുള്ള വൈരുദ്ധ്യം. സാക്ഷിയല്ല, ഉൾപ്പെടുന്നു എന്നുള്ളതാണ് അതിനുള്ള വൈരുദ്ധ്യം. എന്തായാലും കേരള ഗവൺമെന്റിന് അയ്യപ്പൻ നല്ല ബുദ്ധിയും ആയുസ്സും കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.